നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലെ സർക്കാർ സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാരും തൊഴിൽ നഷ്ട ഇൻഷുറൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ്. ജനുവരി 1 നിലവിൽ വന്ന പദ്ധതിയിൽ അംഗമാകാനുള്ള സമയപരിധി കഴിഞ്ഞ മാസം 31 അവസാനിച്ചത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പദ്ധതിയിൽ അംഗമാകാത്തവർക്ക് 400 ദിർഹം പിഴ ചുമത്തിയിരുന്നു. പിഴ അടയ്ക്കാത്തവരുടെ ശമ്പളത്തിൽ നിന്നോ ആനുകൂല്യത്തിൽ നിന്നോ പിഴത്തുക ഈടാക്കുന്നതിനുള്ള നടപടി മാനവവിഭവശേഷി മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവർ ഇത് 3 മാസത്തിനുള്ളിൽ പദ്ധതിയിൽ അംഗമായാൽ മതിയാകും. തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ ഇതുവരെ അംഗമായത് 66 ലക്ഷത്തിലധികം ആളുകളാണ്. മാനവവിഭവശേഷി മന്ത്രാലയമാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായവരുടെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. സർക്കാർ സ്വകാര്യ മേഖലയിൽ നിന്നായി 66 ലക്ഷം തൊഴിലാളികൾ പദ്ധതിയിൽ അംഗമായതായി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. യുഎഇയിൽ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും നിർബന്ധമായും ഈ പദ്ധതിയിൽ അംഗമാകണമെന്നാണ് നിയമം. ജനുവരി മുതലാണ് യുഎഇയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് നിർബന്ധമാക്കിയത്. ജോലി നഷ്ടപ്പെടുന്ന സാധാരണ തൊഴിലാളികൾക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി കണ്ടെത്തുന്നതിന്റെ ഇടവേളകളിൽ മാന്യമായ ജീവിതം നയിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി. ജോലി നഷ്ടപ്പെട്ട സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ അടിസ്ഥാന ശമ്പളത്തിന്റെ 60% തുക 3 മാസത്തേക്ക് നൽകുന്ന പദ്ധതിയാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ്. 16,000 ദിർഹത്തിൽ കുറവ് ശമ്പളമുള്ളവർക്ക് മാസത്തിൽ 5 ദിർഹവും അതായത് 112 രൂപയും, അതിൽ കൂടുതൽ ശമ്പളമുള്ളവർക്ക് 10 ദിർഹവും അതായത് 224 രൂപയും ആണ് പ്രീമിയം നിരക്ക്. മാസത്തിലോ അല്ലെങ്കിൽ 3, 6, 9, 12 മാസത്തിൽ ഒരിക്കലോ ഇത് നമുക്ക് ഒന്നിച്ച് അടയ്ക്കാവുന്നതാണ്. പദ്ധതിയിൽ അംഗമായ ശേഷം തുടർച്ചയായി 3 മാസം പ്രീമിയം അടയ്ക്കാത്തവരുടെ പോളിസി റദ്ദാക്കപ്പെടും. ഇതിനു പുറമെ 200 ദിർഹം പിഴയും ഈടാക്കും. 1 വർഷമെങ്കിലും പ്രീമിയം അടച്ചവർക്ക് മാത്രമേ ഇൻഷുറൻസിന് അർഹതയുള്ളൂ. ഗാർഹിക ജോലിക്കാർ, ഫ്രീ സോൺ തൊഴിലാളികൾ, നിക്ഷേപകർ, താൽക്കാലിക ജോലിക്കാർ, വിരമിച്ച് പെൻഷൻ ലഭിക്കുന്നവർ, 18 വയസ്സിന് താഴെയുള്ളവർ എന്നിവർക്ക് ഇളവുണ്ട്. എങ്കിലും താല്പര്യമുള്ള 18 വയസ്സ് പൂർത്തിയായവർക്ക് നിലവിലെ തൊഴിൽ രഹിത ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.